ഫസൽ ഹസൻ എഴുതി ശരത്ചന്ദ്രൻ ഡയറക്ട് ചെയ്ത ഔസേപ്പിന്റെ ഒസ്യത്ത് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വിജയരാഘവന്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മറ്റൊരു കിഷ്കിന്ത കാണ്ഡമാവുമോ ഈ സിനിമ എന്ന് ഒരു ഫീലാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ. അപ്പൊ സിനിമ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് പങ്കുവെക്കാണ്. സിനിമയില് ഇതിന് രണ്ട് ഘടകങ്ങൾ ഇതിന് വളരെയധികം സപ്പോർട്ടായിട്ടുണ്ട്. ഒന്ന് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. അത് ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, ഹേമന്ത്, അതുപോലെ വിജയരാഘവൻ, ലെന, സെറീൻ ഷിഹാബ്, കനി കുസ്രീതി തുടങ്ങി എല്ലാ ക്യാരക്ടേഴ്സും ചെറിയ ചെറിയ റോളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന ടെറൈൻ ഇതൊരു ഹിൽ സ്റ്റേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഏലക്കാടുകളും ആ ഒരു മഴയും അവിടുത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ഒരു മിസ്റ്ററി മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ സംവിധായകനെ സഹായിച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, എഡ്ജ് ഓഫ് ദ സീറ്റ് അങ്ങനെ ഒരു രീതിയിലല്ല വന്നിരിക്കുന്നത്. ഒരു ഇമോഷണൽ ഫാമിലി ത്രില്ലർ ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ഒരു 3 ജ്യേഷ്ഠാനുജന്മാർ, അത് ഹേമന്തും കലാഭവൻ ഷാജോണും ദിലീഷ് പോത്തനും ഉള്ള ബ്രദേഴ്സും അതുപോലെ തന്നെ വിജയരാഘവൻ അവരുടെ ഫാദർ ആയിട്ടാണ് സിനിമയിലെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അവരുടെ ഇടയിൽ നടക്കുന്ന ഡൈനാമിക്സും ഫാമിലി ഇഷ്യൂസ് അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഫാമിലി ഒരു മിസ്ഹാപ്പ് ഉണ്ടാവുന്നു. ആ മിസ്ഹാപ്പ് ഒരു ആകസ്മികമായി സംഭവിക്കുന്ന ഒരു മിസ്ഹാപ്പ് ഉണ്ടാവുന്നു. അതിനെ തുടർന്ന് ആ ഫാമിലിയുടെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ഒരു ക്രൈം നടക്കുന്നു. അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയാണ് ഈ പരിപാടി മൊത്തത്തിൽ ഈ സിനിമയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കഥയുടെ ഒരു പോരായ്മ എന്ന് തോന്നിയത് ഇതിന്റെ സ്ലോ പേസ് ആണ്. പക്ഷെ ആ സിനിമ നറേറ്റീവിന് അത് സ്ലോ പേസ് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ലോ പേസ് ആണ് ഒരു എടുത്തു പറയാവുന്ന ചിലപ്പോൾ ഒരു കമേഴ്ഷ്യൽ എലമെന്റ് കുറവ് എന്ന് തോന്നുന്ന ഒരു ഘടകം. കഥ വളരെ റൂട്ടഡ് ആണെങ്കിലും അതിലെ ഈ ഒരു മേജർ സംഭവം നടന്നിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ കൂടിയായി ഇതിലെ മേജർ ഒരു കഥാപാത്രം ചെയ്ത ആ ഒരു ആക്ടിൽ ഇതിൽ നല്ലൊരു കവറപ്പ് വേറെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ലോജിക്കൽ ഇഷ്യൂ ഫീൽ ചെയ്തു. പക്ഷെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ടെറൈൻ, ഈ കഥാപാത്രങ്ങളുടെ നല്ല പെർഫോമൻസ്, പ്രത്യേകിച്ച് ദിലീഷ് പോത്തനും കലാഭവൻ ഷാജോണും തമ്മിലുള്ള എക്സ്ചേഞ്ചസ് വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ദിലീഷ് പോത്തന് ഒരു വൺ ഷോട്ട് സിംഗിൾ സീനൊക്കെ അതിഗംഭീരമായിട്ട് അദ്ദേഹം ഒരു പെർഫോമർ ആയിട്ട് ഉയർന്നു വരുന്ന മറ്റൊരു സിനിമയാണ് ഈ ഒരു സിനിമ. വിജയരാഘവൻ ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്ത ഒരു മിസ്റ്ററി മൂഡിലെ ടെറൈൻ സെറ്റ് ചെയ്യുന്നതിൽ വിജയിച്ച ഒരു സിനിമയാണ് ഔസേപ്പിന്റെ ഔസ്യത്ത്. ഇമോഷണൽ ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന, ഇമോഷണൽ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഔസേപ്പിന്റെ ഔസ്യത്ത് എന്നാണ് ഫീൽ ചെയ്തത്. പിന്നെ BGM അതുപോലുള്ള ക്യാമറ അതുപോലെ ടെക്നിക്കൽ വശങ്ങളും എബോ അവറേജ് ഫീലാണ് തന്നത്. മൊത്തത്തിൽ നോക്കിയാൽ ഈ ഒരു ക്രൈം ത്രില്ലർ എക്സ്പെക്ട് ചെയ്യേണ്ട, നമ്മൾ ഒരു ഇമോഷണൽ ഫാമിലി ത്രില്ലർ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് അതിനുള്ള എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു സിനിമയാണ് ഔസേപ്പിന്റെ ഔസ്യത്ത്. അപ്പോൾ കണ്ടവർ അഭിപ്രായം അറിയിക്കുമല്ലോ. താങ്ക് യു.